ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നൊരു ഫ്രൈഡേ മോർണിംഗ് ആയിരുന്നു കേട്ടോ. ബക്രീദിൻ്റെ ഓഫ് ഉണ്ടെന്ന്. മാത്രമല്ല ഞങ്ങൾ പാലക്കാടേക്ക് പോകാൻ റെഡി ആവുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എനിക്കുണ്ടല്ലോ എവിടെ പോകണമെങ്കിലും എൻ്റെ വീട് ക്ലീനായി കിടക്കണം. ഇപ്പോൾ ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കാതെ എനിക്ക് പോകുന്നത് തീരെ ഇഷ്ടമല്ല. കാരണം തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും വീട് വൃത്തിയുടെ കിടക്കുകയാണെങ്കിൽ. വന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, വീണ്ടും ക്ലീൻ ചെയ്തിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എവിടെ പോകണമെങ്കിലും വീട് ക്ലീൻ ആക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. അങ്ങനെ ക്ലീനിങ്ങും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ യാത്ര തിരിച്ചു പാലക്കാടേക്ക് പോകുന്ന വഴി ഒരു മാക്സിൽ കയറണം. കാരണം ഇന്ന് വൈകിട്ട് ഇടാനുള്ള ഡ്രസ്സും നാളെ ഇടാനുള്ള ഡ്രസ്സും ജോജോക്ക് എടുക്കണമായിരുന്നു. എല്ലാം ലാസ്റ്റ് മിനിറ്റ് മാത്രം ചെയ്യുന്ന ഒരാളാണത്. അങ്ങനെ ഒരു മാക്സിൽ കയറിയാൽ മതി പറഞ്ഞിട്ട് കൊച്ചി മുതൽ പാലക്കാട് വരെ എത്ര മാക്സ് ഉണ്ടോ അവിടെ എല്ലാം കയറി. അതിനിടയിൽ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഷോപ്പിൽ കയറി, പിന്നെ സ്റ്റുഡിയോയിലും കയറി അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പാലക്കാട് അവളുടെ വീട്ടിൽ ഏകദേശം ഒരു 2 മണി 3 മണിയാകുമ്പോൾ എത്തണം. അവിടുന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ എത്താൻ വളരെ ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി. ലാസ്റ്റ് അവന് ഉള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ല മാക്സിന്ന്. പിന്നെ തൃശ്ശൂർ ഹൈലൈറ്റ് മോളിൽ കയറിയിട്ട് മെൻറ്റെന്ന് എന്തോ ആയിരുന്നു ആ ഷോപ്പിൻ്റെ പേര്. അവിടെ നിന്നാണ് അവന് ഡ്രസ്സ് എടുത്തത്. സ്റ്റിൽ നാളത്തേക്കുള്ള മുണ്ട് പെൻഡിങ് ആണ്, അത് എവിടെ നിന്ന് എടുക്കണം എന്നറിയില്ല. പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പം ഹൈവേയിൽ ഏകദേശം ഒരു കടകളും ഇല്ല നമുക്ക് കയറാൻ പറ്റിയ. വടക്കാഞ്ചേരിയിൽ കുറേ സ്ഥലങ്ങൾ നോക്കി, പക്ഷേ എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നു. അവിടെ കയറിയ കാര്യമുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് നേരെ പാലക്കാടേക്ക് തന്നെ പോയി. കല്യാൺ സിൽക്സിൽ പോകാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും അതിന് മുമ്പായിട്ട് ശ്രീ ഗണപതി സിൽക്സ് കണ്ടു. അവിടെ കയറി അവന് മുണ്ടും വാങ്ങിച്ചു. എനിക്ക് വേറൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങിയിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അതിനിടയിൽ നാട്ടിൻപുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കള്ളുഷാപ്പ് കണ്ടു. ശരിക്കും ടൈം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കയറിയേ, നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു. പക്ഷെ തീരെ ടൈമില്ലാത്തതുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. പക്ഷെ പാലക്കാട് ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് പോകുന്നത്. സ്ഥലങ്ങളൊക്കെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. നല്ല നാടൻ പ്രദേശം. ആകെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ എനിക്ക് നല്ല റൂം കിട്ടുമോ എന്നുള്ളതായിരുന്നു. കാരണം നാടാന്ന് അവളെപ്പോഴും ഇടയ്ക്ക് ഇച്ചിരി ഉള്ളിലേക്കാന്ന് പറയുമ്പം എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നൊരു പേടി, അയ്യോ നല്ല റൂമായിരിക്കുമോ നല്ല സ്റ്റേ ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ടു മൈ സർപ്രൈസ് ഇത് ഭയങ്കര അടിപൊളി സ്റ്റേ ആയിരുന്നു. അടിപൊളി ഒരു ഹോട്ടലായിരുന്നു അവൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലീൻ ആയിരുന്നു, സ്പേഷ്യസ് ആയിരുന്നു, നല്ല സർവീസായിരുന്നു. അങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അധികം നേരം നിൽക്കാൻ ടൈം ഉണ്ടായില്ല. കാരണം ഓൾറെഡി 5:30 5:45 എത്താൻ. അവിടെ ഫംഗ്ഷൻ ഏകദേശം 6:30 ഒക്കെ ആകുമ്പോൾ ചെല്ലാൻ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കധികം ടൈം ഉണ്ടായില്ല. ഞാൻ നേരെ പോയി ഫ്രഷായി. ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇന്ന് വൈകുന്നേരത്തെ ഡ്രസ് കോഡ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും. അതിന് വേണ്ടിയിട്ടാണ് അവൻ അത്രയും തപ്പി നടന്നതും അത്രയും കടകളിൽ കയറിയിട്ട് കിട്ടാഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ ഭയങ്കര കുറവായിരുന്നു എല്ലായിടത്തും. അങ്ങനെ ഞാൻ ഇത് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. കാരണം എൻ്റെ ലെഹങ്ക, ചേച്ചിയുടെ കല്യാണത്തിനിട്ട ലെഹങ്ക പിന്നെ റീയൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ആ ഒരു ഗിൽറ്റ് കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷോൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ്. യൂഷ്വലി ഒരു റെഡിമെയ്ഡ് നല്ലത് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസയായി എനിക്കിത് എടുക്കാൻ. പക്ഷെ എന്താ ചെയ്യുക, ആ ഒരു ഡിസിഷൻ എടുത്തു. ഇനിയിപ്പോൾ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ എടുത്തു. പക്ഷെ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ ഡ്രസ്സ്. കാരണം തയ്ച്ചതിൽ എന്തൊക്കെയോ പെശകുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ കൊടുത്ത് തയ്പ്പിക്കുന്നത്. കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു, ബട്ട് ഇട്ടിട്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും അത്രയ്ക്ക് നന്നായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. കാരണം കംഫർട്ടബിൾ അല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ എത്തി. ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫാമിലിയും ഫ്രണ്ട്സും മാത്രമുള്ളൊരു ഫംഗ്ഷനാണെന്ന് അവൾ പറഞ്ഞത്. അവരുടെ ഫാമിലി അത്യാവശ്യം വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 3 to 4 hours പെർഫോം ചെയ്യാൻ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരുടെയും വക എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചതാണ്. അവിടെ അധികം ആരും ആ കോംബോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ജോജോ ആയിരുന്നു എനിക്കത് എടുത്തു തന്നത്. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. അത് കഴിക്കാൻ വേണ്ടിയിട്ട് പാച്ചു എത്തി. ഇപ്പം എന്നെ കാണുമ്പോഴെല്ലാം അനദർ വ്ലോഗ് പറഞ്ഞ് കളിയാക്കലാണ് അവൻ്റെ പരിപാടി. അങ്ങനെ പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസും കുടിച്ചു. നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഹോട്ടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. കാരണം നാളെ രാവിലെ 7 മണിക്കാണ് കല്യാണം. താലികെട്ടിന്
ഈ പറഞ്ഞ പോലെ ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ. പക്ഷേ കല്യാണത്തിന് പോകാൻ എനിക്ക് എണീക്കാൻ പറ്റില്ല. അതെന്താണെന്ന് നാളെ പറയാം. വന്ന് കുറച്ച് നേരം ഒന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതലുള്ള ട്രാവലിംഗ് നല്ല ടയേർഡായിരുന്നു ഞാൻ. അതുകൊണ്ടൊരു ഷീറ്റ് മാസ്ക് ഇട്ടു, ഒരു ഐ മാസ്ക് ഇട്ടു, നേരെ ഉറങ്ങാൻ പോയി. ബാക്കിയുള്ള കല്യാണ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ സീ യു സൂൺ ആസ് ഓൾവേസ്. ബൈ ബൈ.